എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും PK ലേണിംഗ്സിലേക്ക് സ്വാഗതം. എന്റെ പേര് ശ്രുതി. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഹൈക്കോർട്ട് അസിസ്റ്റന്റ് 2024ന്റെ ബാക്കിയുള്ള ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഇതിന്റെ ഫസ്റ്റ് പാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോ ഇനിയും നമുക്ക് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാനുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു പാർട്ടും കൂടെ വെച്ചിട്ടുള്ളത് കേട്ടോ. അപ്പൊ എല്ലാവരും ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ നല്ല കറക്റ്റ് ആയിട്ട് തന്നെ ചെയ്തു പോവുക, സ്പീഡൊക്കെ ഇംപ്രൂവ് ചെയ്യുക, അക്യുറസി ഡെവലപ്പ് ചെയ്യുക. ഓക്കെ, അപ്പൊ നമുക്ക് സമയം കളയേണ്ട, വേഗം തന്നെ നമ്മുടെ ക്വസ്റ്റ്യൻസ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ ഞാൻ ഓരോ ക്വസ്റ്റ്യൻ വായിക്കുമ്പോഴും നിങ്ങളുടെ ആൻസേഴ്സ് നിങ്ങളുടെ മൈൻഡിലേക്ക് വരട്ടെ കേട്ടോ. അപ്പൊ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. നമുക്ക് തുടങ്ങാം. ഫസ്റ്റ് വൺ, choose the correct reciprocal pronoun to complete the sentence. The students looked at dash when the teacher asked them a question. One another, each other, ourselves, themselves. വേഗം ആൻസർ പറഞ്ഞോളൂ. എന്താണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്? ചൂസ് ദി കറക്റ്റ് റെസിപ്രോക്കൽ പ്രോനൗൺ ടു കംപ്ലീറ്റ് ദി സെന്റൻസ്. അപ്പൊ ആദ്യം തന്നെ എന്താണ് റെസിപ്രോക്കൽ പ്രോനൗൺ എന്നുള്ളത് അറിയണം. അത് ഏത് ടോപ്പിക്കിലാണ് വരുന്നത്? നമ്മുടെ പാർട്സ് ഓഫ് സ്പീച്ചിലെ പ്രോനൗണിന്റെ കേസിൽ വരുന്ന ഡിവിഷനിൽ വരണമെന്നാണ് റെസിപ്രോക്കൽ പ്രോനൗൺ അല്ലെ. ഒന്ന് പറഞ്ഞ എന്തായിരിക്കും ആൻസർ? ദ സ്റ്റുഡൻസ് ലുക്ക്ഡ് അറ്റ് ഡാഷ് വെൻ ദ ടീച്ചർ ആസ്ക്ഡ് ദെം എ ക്വസ്റ്റ്യൻ. പോരട്ടെ ആൻസർ? ഇറ്റ്സ് ഓപ്ഷൻ എ ആണ്. വൺ അനദർ ആണ് കേട്ടോ. ദ സ്റ്റുഡൻസ് ലുക്ക്ഡ് അറ്റ് വൺ അനദർ വെൻ ദ ടീച്ചർ ആസ്ക്ഡ് ദെം എ ക്വസ്റ്റ്യൻ. അപ്പൊ നമ്മുടെ റെസിപ്രോക്കൽ പ്രോനൗൺ എന്ന് പറയുന്നത് നമുക്ക് വൺ അനദറും ഈച്ച് അനദറും നമുക്ക് യൂസ് ചെയ്യാം. ഓക്കെ, അപ്പൊ അതിലെ വൺ അനദർ എന്ന് പറഞ്ഞാൽ എന്താ? രണ്ടോ കൂടുതലോ വരുന്ന കേസ് ആണെങ്കിൽ നമ്മൾ യൂസ് ചെയ്യേണ്ടത് ഏതാണ്? വൺ അനദർ വേണം യൂസ് ചെയ്യാൻ. ഈച്ച് അതർ എന്ന് പറയുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി എന്നുള്ള രീതിയിൽ കേട്ടോ, രണ്ടുപേരൊക്കെ പറയുന്ന കേസുകൾ അല്ലെങ്കിൽ രണ്ട് ഒബ്ജക്റ്റ് എന്നുള്ള രീതിയിൽ പറയുമ്പോഴാണ് നമ്മൾ ഈച്ച് അതർ യൂസ് ചെയ്യുക. അപ്പൊ ഇവിടെ സ്റ്റുഡൻസ് ലുക്ക്ഡ് അറ്റ് ഡാഷ് വെൻ ദ ടീച്ചർ ആസ്ക്ഡ് ദെം എ ക്വസ്റ്റ്യൻ അല്ലെ. അപ്പൊ രണ്ടുപേരും എന്നുള്ള രീതിയിലല്ല, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കി എന്നുള്ള രീതിയിൽ അല്ലെ. വൺ അനദർ ആണ് കേട്ടോ, വൺ അനദർ. ഓക്കെ, രണ്ടിൽ കൂടുതൽ കേസ് വരുന്ന കേസ് ആണെങ്കിൽ നമ്മൾ എന്ത് യൂസ് ചെയ്യും? വൺ അനദർ യൂസ് ചെയ്യും. രണ്ടെണ്ണം വരുന്ന കേസ് ആണെങ്കിൽ ഈച്ച് അതർ യൂസ് ചെയ്യും. PSCയുടെ ഫേവറേറ്റ് ആണ് കേട്ടോ, ഒന്ന് നോട്ട് ചെയ്തേക്കാം. ഓക്കെ, കിട്ടിയെന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കയറാം അല്ലെ. സ്പോട്ട് ദി എറർ ഇൻ ദി സെന്റൻസ് ഗിവൺ ബിലോ. ബൈസൈക്കിൾ തീവ്സ് ഇസ് വൺ ഓഫ് ദി ബെസ്റ്റ് മൂവി ഐ ഹാവ് വാച്ച്ഡ് ഇൻ ഇറ്റാലിയൻ. അപ്പോ ഇവിടെ നമുക്ക് ഇങ്ങനെ ഓരോ പോർഷൻ ആയിട്ട് കൊടുത്തിട്ടുണ്ട്, ABCD കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇതിൽ എവിടെയാണ് എറർ? ഇനി എറർ ഇല്ലെങ്കിൽ അങ്ങനെ ഒരു ഓപ്ഷനും കൂടി ഉണ്ട്, നോ എറർ എന്നുള്ള ഒരു ഓപ്ഷനും കൂടി ഉണ്ട്. നോക്കിയിട്ട് വേഗം ആൻസർ പറഞ്ഞോളൂ. ബൈസൈക്കിൾ തീവ്സ് ഇസ് വൺ ഓഫ് ദി ബെസ്റ്റ് മൂവി ഐ ഹാവ് വാച്ച്ഡ് ഇൻ ഇറ്റാലിയൻ. യെസ്, എനിക്ക് തോന്നുന്നു കുറച്ച് പേർക്കെങ്കിലും കിട്ടിയിട്ടുണ്ടാവും അല്ലെ. മിസ്റ്റേക്ക് ഉണ്ട്. മിസ്റ്റേക്ക് എവിടെയാ വരുന്നത്? ഓപ്ഷൻ ബിയിലാണ് വരുന്നത്. അപ്പോ ബൈസൈക്കിൾ തീവ്സ് ഇസ് വൺ ഓഫ് ദി, ഈ വൺ ഓഫ് ദിക്ക് ശേഷം നമ്മൾ യൂസ് ചെയ്യേണ്ടത് എന്താ യൂസ് ചെയ്യണ്ടേ? നമ്മൾ യൂസ് ചെയ്യേണ്ടത് പ്ലൂറൽ നൗൺ വേണം യൂസ് ചെയ്യാൻ അല്ലെ. അപ്പൊ വൺ ഓഫ് ദ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കോൺകോഡിൽ പഠിച്ചിട്ടുണ്ടാവും. വൺ ഓഫ് ദ ശേഷം എന്താ യൂസ് ചെയ്യേണ്ടത്? പ്ലൂറൽ നൗണും സിംഗുലർ വെർബും വേണം യൂസ് ചെയ്യാൻ അല്ലെ. അതിന് നമ്മളൊരു കോഡും പറഞ്ഞിരുന്നു, ഓപ്പൺ ആൻഡ് സേവ് എന്നുള്ളൊരു കോഡ് യൂസ് ചെയ്യാം കേട്ടോ. ഓപ്പൺ ആൻഡ് സേവ്, അതായത് വൺ ഓഫ് ദിക്ക് ശേഷം പ്ലൂറൽ നൗൺ. അപ്പൊ ബെസ്റ്റ് മൂവീസ് അല്ലെ, മൂവീസ് എന്ന് വരണം, പ്ലൂറൽ നൗൺ വേണം വരാനായിട്ട്. പിന്നെ സിംഗുലർ വെർബ് വേണം യൂസ് ചെയ്യാൻ. അല്ലെങ്കിൽ ഈ മിക്കവാറും ഈ വൺ ഓഫ് ദ എന്നൊക്കെ വരുന്ന കേസ് ഉണ്ടല്ലോ, ഈ ഓഫ് വരുന്ന കേസ് ഉണ്ടല്ലോ, അതിനുശേഷം മിക്കവാറും പ്ലൂറൽ നൗൺ ആയിരിക്കും വരിക. ടോപ്പ് ഇത് ബൈ ഹാർട്ട് ആയിട്ട് പഠിക്കേണ്ട. ഓഫിന് ശേഷം മിക്കവാറും പ്ലൂറൽ നൗൺ ആയിരിക്കും മെജോറിറ്റി കേസുകൾ കേട്ടോ, എക്സെപ്ഷൻസ് ഉണ്ട്. അങ്ങനെ വേണമെങ്കിൽ ഓർത്ത് വയ്ക്കാം. ഓക്കെ, അപ്പോ വൺ ഓഫ് ദിക്ക് ശേഷം പ്ലൂറൽ നൗണും സിംഗുലർ വെർബും. ബൈസൈക്കിൾ തീവ്സ് ഇസ് വൺ ഓഫ് ദി ബെസ്റ്റ് മൂവീസ് ഐ ഹാവ് വാച്ച്ഡ് ഇൻ ഇറ്റാലിയൻ. ഓക്കെ, കിട്ടിയെന്ന് വിചാരിക്കുന്നു കേട്ടോ. നമുക്കിനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കയറാം. ഓക്കെ, ഞാനൊന്ന് ഹൈഡ് ചെയ്യട്ടെ ഒരു സെക്കൻഡ്. ഐഡന്റിഫൈ ദി വേർഡ് വിത്ത് ദ മീനിങ് കമ്പോസ്ഡ് ഓഫ് ബോത്ത് ഗുഡ് ആൻഡ് ഈവിൾ. ഓക്കെ, കമ്പോസ്ഡ് ഓഫ് ബോത്ത് ഗുഡ് ആൻഡ് ഈവിൾ, അതിന് ആ ഒരു മീനിങ് വരുന്ന വേർഡ് ഇവിടെ ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ഇത് കുറച്ച് കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ഒരു ചോദ്യം. കൺഫ്യൂസിംഗ് അല്ല, നമുക്ക് ഇതിനകത്തുള്ള ഓപ്ഷൻസ് ഒക്കെ അതിന്റെയൊക്കെ മീനിങ് നല്ലപോലെ മനസ്സിലായാൽ മാത്രമേ നമുക്കിത് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ അല്ലെ. എന്നാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ, ഇതിന്റെ ആൻസർ പറയാൻ പറ്റുമോ? കമ്പോസ്ഡ് ഓഫ് ബോത്ത് ഗുഡ് ആൻഡ് ഈവിൾ. നമ്മുടെ ആൻസർ ഇറ്റ് ഈസ് ഓപ്ഷൻ ബി ആണ്. അഗത്തോ കാക്കലോജിക്കൽ ആണ് അതിന്റെ ആൻസർ ആയിട്ട് വരുന്നത് കേട്ടോ. അഗത്തോ കാക്കലോജിക്കൽ. ഓക്കെ, അപ്പോ ഇവിടെ ഈ കാക്കോസ് എന്നൊക്കെ പറഞ്ഞാൽ അതൊരു നെഗറ്റീവ് ആയിട്ട് ഈവിൾ എന്നുള്ളൊരു മീനിങ് വരുന്ന ഒരു വേർഡാണ് കാക്കോ. ഗാത്തോ എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ആയിട്ട് പറയുന്ന ഒന്നാണ് കേട്ടോ. കമ്പോസ്ഡ് ഓഫ് ബോത്ത് ഗുഡ് ആൻഡ് ഈവിൾ എന്ന് പറയുമ്പോൾ ദാറ്റ് ഇസ് എന്താണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്? അഗാത്തോ
കാക്കോലോജിക്കൽ, അഗാത്തോ കാക്കോലോജിക്കൽ. ഓക്കെ, അപ്പൊ അതാണ് ആൻസർ ആയിട്ട് വരുന്നത്. ഇനി നമുക്ക് അതിന്റെ ബാക്കിയുള്ള ഓപ്ഷൻസും കൂടെ ജസ്റ്റ് ഒന്ന് നോക്കാം. നെമോഫിലിസ്റ്റ്, നമുക്കറിയാം ഫിലിസ്റ്റ് അല്ലെങ്കിൽ ഫൈൽ അല്ലെ, ഫൈൽ, ഇലക്ട്രോഫൈൽ, ന്യൂക്ലിയോഫൈൽ. ഈ ഫൈൽ എന്ന് പറയുമ്പോൾ ലവിങ് എന്നുള്ളൊരു മീനിങ് ആണ്. അപ്പൊ നെമോഫൈൽ എന്ന് പറഞ്ഞാല് വൺ ഹു ലവ്സ് ഫോറസ്റ്റ് അല്ലെങ്കിൽ ഈ വുഡിനെയാണ് നമ്മൾ ഫോറസ്റ്റ് എന്ന് പറയാം അല്ലെ, ഔട്ട് ഓഫ് വുഡ്സ് എന്നൊക്കെ കേട്ടിട്ടില്ലേ. ഓക്കെ, അപ്പൊ വുഡ് അല്ലെങ്കിൽ ഫോറസ്റ്റ് ഒക്കെ ഇഷ്ടപ്പെടുന്ന ഒരാളെയാണ് എന്ത് പറയുന്നത്, നെമോഫിലിസ്റ്റ് എന്ന് പറയാം. ഓക്കെ, നെമോഫിലിസ്റ്റ്. ഇനി അടുത്ത് നോക്കാം, സോളിവാഗന്റ്. സോളിവാഗന്റ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ കിട്ടേണ്ടതാണ്. സോളിവാഗന്റ്, വാഗന്റ് എന്നൊക്കെ പറയുമ്പോൾ നമുക്കറിയാം എന്താ, വാൻഡർ ചെയ്യുന്ന ഒരാൾക്ക്, വൺ ഹു ലവ്സ് വാൻഡറിങ് ആണ് അല്ലെ, അലഞ്ഞു തിരിഞ്ഞു കിടക്കുന്നത് ഇഷ്ടമുള്ള ഒരാള്, വാഗന്റ്. ഓക്കെ, സോളി അല്ലെങ്കിൽ സോളോ എന്നൊക്കെ പറയുമ്പോൾ ഒറ്റയ്ക്ക് യാത്ര ചെയ്യാൻ ഇഷ്ടമുള്ള ഒരാള്, ഒറ്റയ്ക്ക് ഇങ്ങനെ വാൻഡർ ചെയ്യാൻ ഇഷ്ടമുള്ള ഒരാളെയാണ് നമ്മൾ എന്ത് പറയാ, സോളി വാഗന്റ്. അത് വേണമെങ്കിൽ നമുക്ക് ആലോചിച്ചെടുക്കാവുന്ന ഒന്നാണ് അല്ലെ. ഇനി അടുത്ത് നോക്കാം, നെക്സ്റ്റ് നമ്മുടെ ഓപ്ഷൻ ഏതാ, ഒരു സെക്കൻഡ്. യെസ്, നെക്സ്റ്റ് നമ്മുടെ ഓപ്ഷൻ കൊടുത്തിട്ടുള്ളത് നൊവാറ്റൂറിയന്റ് ആണ്. നൊവാറ്റൂറിയൻ എന്ന് പറഞ്ഞാൽ എന്താ, അതായത് വളരെ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള, നൊവ എന്നൊക്കെ പറഞ്ഞാൽ ന്യൂ അല്ലെ, വളരെ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ അഡ്വഞ്ചറസ് ആയിട്ടുള്ള, കേട്ടോ, ഇന്നോവേറ്റീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ അഡ്വഞ്ചറസ് ആയിട്ടുള്ള ഒരാളെയാണ് നൊവാറ്റൂറിയന്റ് എന്ന് പറയാം. നൊവ എന്ന് പറയുമ്പോൾ തന്നെ ഇന്നോവേറ്റീവ് അല്ലെ, ഇന്നോ എന്നുള്ള രീതിയിൽ എടുക്കാലോ, ഒരു IN കൂടെ ചേർത്ത് കഴിഞ്ഞാൽ ഇനോ അല്ലെ, ഇന്നോവേറ്റീവ് എന്നുള്ള രീതിയിൽ. അപ്പൊ നൊവാറ്റൂറിയൻ എന്ന് പറഞ്ഞാൽ വളരെ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ അഡ്വഞ്ചറസ് ആയിട്ടുള്ള ഒരാളെയാണ് നമ്മൾ പറയുന്നത്. കിട്ടുന്നുണ്ടല്ലോ, ഓക്കെ അല്ലേ. അപ്പൊ എന്റെ കൂടെ തന്നെ പഠിച്ചു പോകുന്നുണ്ടോ. നെമോഫിലിസ്റ്റ്, നെമോ എന്ന് പറയുമ്പോൾ എന്താ, വൺ ഹു ലവ്സ് ഫോറസ്റ്റ് അല്ലെങ്കിൽ വുഡ്സിനെയാണ് പറയുന്നത്. പിന്നെ സോളിവാഗന്റ് എന്ന് പറഞ്ഞാല്, വാഗന്റ് എന്ന് പറയുമ്പോൾ എന്താ, വാൻഡറിങ് ഇഷ്ടമുള്ള അല്ലെ, വൺ ഹു ലവ്സ് വാൻഡറിങ്, സെൽഫായിട്ട് ഒറ്റയ്ക്ക് പോകുന്നത് കേട്ടോ. അഗത്തോ കാക്കോലോജിക്കൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ക്വസ്റ്റിന്റെ ആൻസർ ആണ്, കമ്പോസ്ഡ് ഓഫ് ബോത്ത് ഗുഡ് ആൻഡ് ഈവിൾ. ഓക്കെ, നെക്സ്റ്റ് ഇസ് നൊവാറ്റൂറിയന്റ്. നൊവാറ്റൂറിയൻ എന്ന് പറഞ്ഞാൽ വളരെ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ അഡ്വഞ്ചറസ് ആയിട്ടുള്ള ഒരാളെയാണ് നമ്മൾ നൊവാറ്റൂറിയന്റ് എന്ന് പറയാം. അതിന്റെ ഫ്രണ്ടിൽ IN ഒന്ന് ചേർത്ത് നോക്കിയാൽ മതി, അപ്പൊ ഇന്നോവേറ്റീവ് എന്നുള്ള രീതിയിലൊക്കെ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. സെറ്റ് അല്ലേ, എന്റെ കൂടെ തന്നെ പഠിച്ചു പോകുന്നുണ്ടോ. ഓക്കെ അല്ലേ, നമുക്ക് ഇനി അടുത്ത ക്വസ്റ്റിനിലേക്ക് കയറാം. വിച്ച് എമംഗ് ദി ഫോളോയിങ് ഇസ് ഗ്രാമാറ്റിക്കലി കറക്റ്റ് സെന്റൻസ്. ഇത് നല്ലൊരു ചോദ്യമാണ് കേട്ടോ. ഇതിൽ ഏതാണ് ഗ്രാമാറ്റിക്കലി കറക്റ്റ് സെന്റൻസ് എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്കിവിടെ 4 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ഞാൻ എല്ലാ ഓപ്ഷൻസും വായിക്കുന്നില്ല കേട്ടോ, നിങ്ങളൊന്ന് വായിച്ചിട്ട് അതിന്റെ ആൻസർ ഒന്ന് പറയൂ, അപ്പോഴേക്കും ഞാൻ പറയാം. ഒന്ന് വേഗം എല്ലാവരും ആൻസർ ഒന്ന് മൈൻഡിലേക്ക് കൊണ്ടുവന്നോളൂ. യെസ്, കുറച്ച് കൺഫ്യൂസിങ് ആയിരിക്കും, ചിലപ്പോൾ ആദ്യമായിട്ടായിരിക്കും ഈ ഒരു ടൈപ്പ് കാണുന്നുണ്ടാവുക അല്ലെ, എന്നാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഞാൻ ആൻസർ പറയാം. നമ്മുടെ ആൻസർ കിട്ടുന്ന ഓപ്ഷൻ A ആണ്. I was born about 3 AM on Tuesday 11 May 1982. ഇതാണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. അപ്പൊ കുറച്ച് പേരെങ്കിലും വിചാരിക്കുന്നുണ്ടാവും എബൌട്ട് എന്നൊക്കെ പറയോ അല്ലെ. അപ്പോ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, നമ്മൾ സാധാരണ ആഡ്വർബ് ഉണ്ടല്ലോ, ആഡ്വർബ് എന്ന് പറഞ്ഞാൽ എന്താ, വെർബിനെ കുറിച്ച് വിശേഷിപ്പിക്കുന്ന ഒന്നിനെയാണ് നമ്മൾ ആഡ്വർബ് എന്ന് പറയാ. I was born എന്ന് പറയുന്നത് ഒരു വെർബാണ്. അപ്പൊ അതിനെ കുറിച്ച് വിശേഷിപ്പിക്കുന്ന കുറച്ച് ആൾക്കാരാണ് നമ്മുടെ ക്വസ്റ്റ്യനിൽ കൊടുത്തിട്ടുള്ളത് അല്ലെ. അതായത് ഒന്നിൽ കൂടുതൽ ആഡ്വർബ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഒന്നിൽ കൂടുതൽ ആഡ്വർബ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിനൊരു ഓർഡർ ഉണ്ട്. ആ ഒരു ഓർഡർ അനുസരിച്ചിട്ട് വേണം നമ്മൾ അതിനെ അറേഞ്ച് ചെയ്യാനായിട്ട്. നമ്മൾ അഡ്ജക്റ്റീവ്സ് പഠിച്ചപ്പോ പറഞ്ഞിരുന്നു അല്ലെ, ഒരു കോഡൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. ദോശാസ് കമ്പനി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കോഡ് പറഞ്ഞിരുന്നു. ആദ്യം ഡിറ്റർമിനർ വരണം, പിന്നെ ഒപ്പീനിയൻ വരണം എന്നൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. അതേപോലെ നമ്മുടെ ആഡ്വർബിനകത്തും ഇങ്ങനെ ഒരു റൂൾ ഉണ്ട്, അല്ലെങ്കിൽ ഒരു എന്താ, ഒരു കോഡ് ഉണ്ട്. അതായത് MPT, M എന്ന് പറഞ്ഞാൽ മാനർ, P എന്ന് പറഞ്ഞാൽ പ്ലേസ്, T എന്ന് പറഞ്ഞാൽ ടൈം. MPT എന്നുള്ള ഒരു ഫോർമാറ്റിലായിരിക്കണം ആഡ്വർബ്സ് അറേഞ്ച് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ അതിന്റെ ഒരു ഓർഡർ വരേണ്ടത്. പക്ഷെ ഇവിടെ ഈ പറഞ്ഞ പോലെ MPT, പ്ലേസും ടൈമും ഒന്നും അല്ല കൊടുത്തിട്ടുള്ളത് അല്ലെ, പ്ലേസ് ഒന്നും അല്ല കൊടുത്തിട്ടുള്ളത്, എല്ലാം നമ്മുടെ ടൈമിന്റെ ഒരു അടിസ്ഥാനത്തിലാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമ്മൾ എങ്ങനെ അറേഞ്ച് ചെയ്യണ്ടേ, എപ്പോഴും ചെറുതീന്ന് വലുതിലേക്ക് പോകണം, ഷോർട്ട് ടു ലോങ് എന്നുള്ള രീതിയിൽ വേണം നമ്മൾ അറേഞ്ച് ചെയ്യാൻ. അപ്പൊ നമ്മുടെ ഈ ഒരു ഓപ്ഷൻസ് കൊടുക്കുമ്പോൾ, ABCD കൊടുക്കുമ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ഏറ്റവും ചെറുത് ഏതാ വരിക, ആദ്യം നമ്മൾ സമയം പറയും, അതല്ലേ ഏറ്റവും ചെറുത് അല്ലെ. ഇപ്പൊ ട്യൂസ്ഡേ ആണോ 3 AM ആണോ ചെറുതെന്ന് ചോദിക്കുകയാണെങ്കിൽ 3 AM, അതൊരു പെർട്ടിക്കുലർ ടൈം ആണ് അല്ലെ, ട്യൂസ്ഡേയിലത്തെ ഒരു പെർട്ടിക്കുലർ ടൈം ആണ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ സ്മോൾ ടു ലോങ് എന്നുള്ള രീതിയിൽ നോക്കുമ്പോൾ ആദ്യം 3 AM വരണം, പിന്നെ അതിനേക്കാളും കുറച്ചും കൂടെ വലുത് ഏതാ,
ട്യൂസ്ഡേ അല്ലെ. പിന്നെയാണ് അതിനേക്കാളും കുറച്ചും കൂടെ ഡ്യൂറേഷൻ കൂടിയിട്ടുള്ള 11 മെയ്യും, പിന്നെയാണ് വർഷം വരുന്നത്. അപ്പൊ ആദ്യം ഒരു സമയം, പിന്നെ ഒരു ദിവസം അല്ലെ, പിന്നെ ഒരു മാസം, അതിനുശേഷമാണ് വർഷം വരേണ്ടത്. അതാണ് അതിന്റെ ഒരു എന്താ പറയാ റൂള് കേട്ടോ. അപ്പൊ അതൊന്ന് അറിഞ്ഞു വെച്ചേക്കുക. സ്മോൾ ടു ലോങ് ആണ് അല്ലെ, അല്ലെങ്കിൽ അതിന്റെ ഒരു ഡ്യൂറേഷൻ അനുസരിച്ചിട്ട് വേണം, ചെറുതിന്ന് വലുതിലേക്ക് വേണം നമ്മൾ പോകാനായിട്ട്. കിട്ടിയോ? ഓക്കെ അല്ലേ? ഇനി മാനറും പ്ലേസും ടൈം ഒക്കെ കൊടുക്കുകയാണെങ്കിൽ MPT, അതാണ് അതിന്റെ ഫോർമാറ്റ്. അഡ്ജക്റ്റീവ്സ് ആണെങ്കിലോ, ഓർഡർ ഓഫ് അഡ്ജക്റ്റീവ്സ് എന്തായിരുന്നു? നമ്മുടെ ദോശാസ് കമ്പനി കേട്ടോ. ഡിറ്റർമിനർ, ഒപ്പീനിയൻ അല്ലെ, സൈസ്, അങ്ങനെയുള്ളത് കേട്ടോ. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കയറാം. ദ ഓക്സിലറി വെർബ് യൂസ്ഡ് ഇൻ ദി സെന്റൻസ് ഹി ഡെയർ നോട്ട് കം ഹിയർ വെൻ ഐ ആം ഹിയർ അസ്. അപ്പൊ ഇതിൽ ഓക്സിലറി വെർബ് ആണ് ചോദിച്ചിട്ടുള്ളത്. ഇത് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും, സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. വേഗം ആൻസർ പറഞ്ഞോളൂ. നമ്മുടെ ആൻസർ ഇട്ട് ഓപ്ഷൻ ഓപ്ഷൻ എ ആണ്. ഡെയർ എന്ന് പറയുന്നതാണ് ഇവിടുത്തെ ഓക്സിലറി വെർബ് കേട്ടോ. ഇനി അടുത്ത ചോദ്യം, ചൂസ് ദി കറക്റ്റ് ഇഡിയം ടു കംപ്ലീറ്റ് ദി സെന്റൻസ്. ദ ന്യൂ വാട്ടർ ട്രീറ്റ്മെന്റ് പ്ലാന്റ് ഇസ് എ ഡാഷ് ബിറ്റ്വീൻ ദി ഇൻഹാബിറ്റൻസ് ഓഫ് ദി ടൗൺ ആൻഡ് ദി അതോറിറ്റീസ്. നമുക്ക് അറിയാവുന്ന ഒരുവിധമൊക്കെ അറിയാവുന്ന ഓപ്ഷൻസ് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. നല്ലപോലെ ഒന്ന് വായിച്ചിട്ട് പറഞ്ഞേ. ഇവിടെ ആപ്റ്റ് ആയിട്ടുള്ള ഇഡിയം ഏതാണ്? ദ ന്യൂ വാട്ടർ ട്രീറ്റ്മെന്റ് പ്ലാന്റ് ഇസ് എ ഡാഷ് ബിറ്റ്വീൻ ദി ഇൻഹാബിറ്റൻസ് ഓഫ് ദി ടൗൺ. ടൗണിലെ ഇൻഹാബിറ്റൻസും അതേപോലെ തന്നെ അതോറിറ്റീസും തമ്മിൽ എന്തെങ്കിലും ഒരു ചെറിയൊരു പ്രശ്നമൊക്കെ ആയിരിക്കും അല്ലെ. അപ്പൊ ഒരു ഒരു എന്താ പറയാ, ഒരു ഫൈറ്റ് അല്ലെങ്കിൽ ഒരു പ്രശ്നം, അങ്ങനെയൊക്കെ ഒരു നെഗറ്റീവ് സെൻസിൽ പറയുന്ന ഒരു ഇഡിയം ഇതിനകത്ത് ഇരിപ്പുണ്ടല്ലോ. ഏതാണ്? ബോൺ ഓഫ് കണ്ടൻഷൻ അല്ലെ. ബോൺ ഓഫ് കണ്ടൻഷൻ ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ഈ ഒരു റീസൺ കൊണ്ടാണ്, ഓക്കെ, ഫൈറ്റ് ചെയ്യാനുള്ള ഈ ഒരു റീസൺ കൊണ്ടാണ്. ദ ന്യൂ വാട്ടർ ട്രീറ്റ്മെന്റ് പ്ലാന്റ് ഇസ് എ ബോൺ ഓഫ് കണ്ടൻഷൻ ബിറ്റ്വീൻ ദി ഇൻഹാബിറ്റൻസ് ഓഫ് ദി ടൗൺ ആൻഡ് ദി അതോറിറ്റീസ്. ബൂൺ ഫ്രം ദ ഹെവൻ എന്ന് പറഞ്ഞാൽ എന്താ? ബൂൺ ഫ്രം ദി ഹെവൻ. ആരെങ്കിലും പറയാവോ? ബൂൺ ഫ്രം ദി ഹെവൻ എന്ന് പറഞ്ഞാൽ ഒരു ഗിഫ്റ്റ് ആണ് അല്ലെ. ഒരു ഗിഫ്റ്റിനെയാണ് നമ്മൾ ബൂൺ ഫ്രം ദി ഹെവൻ എന്ന് പറയുക. സ്റ്റോമിന്റെ ടീക്കപ്പ് അറിയായിരിക്കും അല്ലെ. ഒരു ചെറിയൊരു പ്രശ്നം, ഒരു ചെറിയൊരു സില്ലി ആയിട്ടുള്ള ഒരു പ്രശ്നമായിരിക്കും, പക്ഷെ അത് വളരെ വലുതായിട്ടൊക്കെ ഒരു വലിയൊരു ഫസ് ഉണ്ടാക്കുക അതിന്ന് അല്ലെ. വളരെ വലുതായിട്ടൊക്കെ അതിനെ കാണുക, കുഞ്ഞു കാര്യമായിരിക്കും, പക്ഷെ അതിനെ ഓർത്ത് വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുക. അതിനെയാണ് സ്റ്റോമിന്റെ ടീക്കപ്പ്. ഒരു ചെറിയൊരു ടീക്കപ്പാണ് അതിനകത്ത് ഉണ്ടാക്കുന്ന വലിയൊരു സ്റ്റോം അല്ലെ. ഇനി ബോൾട്ട് ഫ്രം ദ ബ്ലൂ എന്ന് പറഞ്ഞാൽ അൺഎക്സ്പെക്റ്റഡ്. ഇതെല്ലാം നമ്മൾ ഇഡിയംസിന്റെ ക്ലാസ്സുകൾ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതാണ് ഞാൻ വീണ്ടും എടുത്തെടുത്ത് ഇങ്ങനെ പറയാത്തത്. ബോൾട്ട് ഫ്രം ദ ബ്ലൂ എന്ന് പറഞ്ഞാൽ അൺഎക്സ്പെക്റ്റഡ്, നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത, അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള. ഓക്കെ, ഒരു ബോൾട്ട് വീഴും എന്ന് നമ്മൾ ആരും പ്രതീക്ഷിക്കുന്നില്ല എന്നൊക്കെ വെറുതെ ഓർത്ത് വെക്കാം കേട്ടോ. അപ്പൊ ബോൾട്ട് ഫ്രം ദ ബ്ലൂ, ഇറ്റ് മീൻസ് വാട്ട് ഇറ്റ് മീൻസ്? അൺഎക്സ്പെക്റ്റഡ്, അൺഎക്സ്പെക്റ്റഡ്. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. നെക്സ്റ്റ് ഇസ് മീനിങ് ഓഫ് ദി വേർഡ് ഡെഫെനസ്ട്രേഷൻ. ഡെഫെനസ്ട്രേഷന്റെ മീനിങ് ആണ് ചോദിച്ചിട്ടുള്ളത്. അറിയാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ പഠിച്ചു വെച്ചേക്കുക. കിട്ടിയോ? ആൻസർ കിട്ടിയോ? വേഗം പറഞ്ഞോളൂ ആൻസർ. റിമൂവ് ഓർ ഡിസ്മിസ് ഫ്രം എ പൊസിഷൻ ഓഫ് അതോറിറ്റി. ഒരു എന്താ പറയാ, ഒരു ഡിസ്മിസൽ അല്ലെങ്കിൽ ഒരു പൊസിഷനിൽ നിന്ന് റിമൂവ് ചെയ്യുക, അതിനെയാണ് നമ്മൾ എന്ത് പറയാ? ഡിഫെനസ്ട്രേഷൻ എന്ന് പറയാ കേട്ടോ. ഡിഫെനസ്ട്രേഷൻ. ഓക്കെ അല്ലേ? അപ്പൊ നമ്മൾ എന്തൊക്കെയാ പഠിച്ചേ? അതായത് ആഡ്വർബിന്റെ ഒരു ഓർഡർ നമ്മൾ പഠിച്ചു അല്ലെ. മാനർ, പ്ലേസ്, ടൈം എന്ന് പഠിച്ചു. ടൈം മാത്രമാണ് കൊടുത്തിട്ടുള്ളതെങ്കിൽ സ്മോൾ ടു ലോങ് അല്ലെങ്കിൽ ചെറിയ ഡ്യൂറേഷൻ ടു ലോങ്ങർ ഡ്യൂറേഷൻ എന്നുള്ളതായിരിക്കും എന്നുള്ളത് പഠിച്ചു. പിന്നെ നമ്മൾ നോക്കിയിട്ടുള്ള കുറച്ച് നമ്മുടെ എന്താ ഇഡിയംസ് നമ്മൾ ഡിസ്കസ് ചെയ്തു അല്ലെ. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കയറാം. റീപ്ലേസ് ദി വേർഡ്സ് അണ്ടർലൈൻഡ് വിത്ത് ദി ആപ്റ്റ് കളക്റ്റീവ് നൗൺ. നമ്മൾ കറക്റ്റ് ആയിട്ടുള്ള കളക്റ്റീവ് നൗൺ യൂസ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. വി സോ എ ഗ്രൂപ്പ് ഓഫ് കാംഗ്രൂസ് മൂവിങ് അക്രോസ് ദി റിവർ ബെഡ്. ഈ ഗ്രൂപ്പ് ഓഫ് കാംഗ്രൂസ്, അപ്പൊ ഓരോന്നിനും നമുക്കറിയാം അല്ലെ. ഇപ്പം എന്താ, ചിക്കൻ ആണെങ്കിൽ ഗ്രൂപ്പ് ഓഫ് ചിക്കൻ ഒരു വേർഡ് ഉണ്ട്, അതേപോലെ തന്നെ ഗ്രൂപ്പ് ഓഫ് പീകോക്സിനുണ്ട്. അങ്ങനെ ഓരോന്നിനും ഓരോ വേർഡ് ഉണ്ട്, കളക്റ്റീവ് നൗൺ ആയിട്ട് നമ്മൾ പറയുന്നുണ്ട്. അപ്പൊ അതേപോലെ ഗ്രൂപ്പ് ഓഫ് കാംഗ്രൂസിന്റെ കളക്റ്റീവ് നൗൺ ആണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. വേഗം ആൻസർ പറഞ്ഞോളൂ. യെസ്, നമ്മുടെ ആൻസർ മോബ് ഓഫ് ആണ് കേട്ടോ. ഓപ്ഷൻ എ ആണ്. മോബ് ഓഫ് കാംഗ്രൂസ് ആണ്. മോബ് ഓഫ് കാംഗ്രൂസ്. ഈ സ്കൾക്ക് ഓഫ് നമ്മൾ ആരുടെ കൂടെ യൂസ് ചെയ്യാറ്? സ്കൾക്ക് ഓഫ് ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. കുറുക്കന്റെ സ്കൾ, കുറുക്കന്റെ ബുദ്ധി എന്നൊക്കെ നമ്മൾ പറഞ്ഞു അല്ലെ. അപ്പൊ ഫോക്സിന്റെ കൂടെയാണ്. സ്കൾക്ക് ഓഫ് ഫോക്സ് ആണ് നമ്മൾ പറയാറ് അല്ലെ. പിന്നെ മസ്റ്റർ ഓഫ്, മസ്റ്റർ ഓഫ് ഏതാ വരിക? പീകോക്ക് ആണ്. പഠിപ്പിച്ചിട്ടുള്ളതുകൊണ്ടാണ് കേട്ടോ എഴുതി പോവാത്തത്. മസ്റ്റർ ഓഫ് പീകോക്ക്, മസ്റ്റർ ഓഫ് പീകോക്ക്. പീകോക്ക് നമ്മുടെ നാഷണൽ ബേർഡ് ആണ്, എല്ലാവരും മസ്റ്റ് ആയിട്ട് കാണണം എന്നൊക്കെ നമ്മൾ
കണക്ട് ചെയ്ത് പറഞ്ഞിരുന്നു അല്ലെ? അപ്പൊ സ്കൾക്ക് ഓഫ് ഫോക്സും മസ്റ്റർ ഓഫ് പീകോക്ക്. ഇനി പാക്ക് ഓഫ് ഉണ്ടല്ലോ, പാക്ക് ഓഫ് കാർഡ്സ് നമ്മൾ പറയും അല്ലെ? കാർഡ്സിന്റെ ഒക്കെ ഒരു പാക്ക്, പാക്ക് ഓഫ്, ഡെക്ക് ഓഫ് എന്നൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു അല്ലെ? പാക്ക് ഓഫ്, ഡെക്ക് ഓഫ് ഒക്കെ ഏതാ വരുന്നത്? കാർഡ്സ് ആണ്. ഹാൻഡ് ഓഫ് കാർഡ്സ്. ഓക്കെ, അപ്പൊ പഠിച്ചല്ലോ. അപ്പൊ ഗ്രൂപ്പ് ഓഫ് കാംഗ്രൂസ്, അപ്പൊ അതിനെന്താ പറയാ? ഗ്രൂപ്പ് ഓഫ് കാംഗ്രൂസിനെ പറയുന്നത് മോബ് ഓഫ് കാംഗ്രൂസ് ആണ് കേട്ടോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. The expression "Oh dear" in the utterance "Oh dear, can't they come to the party this time too" suggest. നമ്മൾ ഇവിടെ "ഓ ഡിയർ" എന്നുള്ള ഒരു പ്രയോഗം കേൾക്കുമ്പോൾ തന്നെ എന്തായിരിക്കും അവിടെ ഉദ്ദേശിക്കുന്നത്? അതെന്താണ്? അഫെക്ഷൻ ആണോ, റിഫ്ലക്ഷൻ ആണോ, ഇറിറ്റേഷൻ ആണോ? ഇറിറ്റേഷൻ ഒന്നുമല്ല അല്ലെ, "ഓ ഡിയർ" എന്നാണ് പറയുന്നത്. ഓക്കെ, റിഗ്രറ്റ് ആണോ, ഡിസപ്പോയിന്റ്മെന്റ് ആണോ, അല്ലെങ്കിൽ സാഡ് ആണോ? ഏതാ വരുന്നത്? "Can't they come to the party this time too"? Can't they come to the party? അപ്പൊ പാർട്ടിക്ക് വരുന്നില്ല എന്നുള്ള രീതിയിലായിരിക്കും അല്ലെ? അതുകൊണ്ടാണ് ചോദിക്കുന്നത് "Can't they come to the party this time too"? അപ്പൊ അവിടെ ഒരു റിഗ്രറ്റ് ആണ് വരുന്നത്, ഒരു ഡിസപ്പോയിന്റ്മെന്റ് അല്ലെങ്കിൽ ഒരു സാഡ് ആണ് അല്ലെ? അവിടെ ഒന്ന് സാഡ് ആയിട്ടുള്ള രീതിയിലാണ് ഉദ്ദേശിക്കുന്നത്. അവർക്ക് ഇപ്രാവശ്യം കൂടെ പാർട്ടിക്ക് വന്നുകൂടെ, ഒരു വിഷമം എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ ഒരു റിഗ്രറ്റ് എന്നുള്ള രീതിയിലാണ് അവിടെ വരുന്നത്. അപ്പൊ ആ ഒരു "ഓ ഡിയർ" എന്നുള്ളത് കാണുമ്പോഴും ഇത് വായിക്കുമ്പോഴും നമുക്കൊരു ഡിസപ്പോയിന്റ്മെന്റ് എന്നുള്ള രീതിയിൽ റിഗ്രറ്റ് ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത് കേട്ടോ. റിഗ്രറ്റ് ചെയ്യാം, റിഗ്രറ്റ് ചെയ്യാം. അപ്പൊ ഒരു ഡിസപ്പോയിന്റ്മെന്റ്, സാഡ് എന്നൊക്കെ ഒരു മീനിങ് ആണ് അവിടെ വരുന്നത്. ഇനി അടുത്ത ഡാഷ് ഇസ് എ ഹോമോഫോൺ ഓഫ് ദി വേർഡ് സോസ്. നമ്മൾ ഈ സോസ് എന്ന് പറയുന്ന പോലെ തന്നെ പ്രൊനൗൺസ് ചെയ്യുന്ന വേർഡ് ഇതിനകത്ത് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ദാറ്റ് ഇസ് സോഴ്സ് അല്ലെ? ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരുന്നത് കേട്ടോ, സോഴ്സ്. ഓക്കെ, അത് നമ്മുടെ പ്രൊനൗൺസിയേഷനുമായിട്ട് ബന്ധപ്പെട്ട് ഹോമോഫോൺ എന്നാണ് അതിന് പറയാ കേട്ടോ. ഡിഫറെന്റ് സ്പെല്ലിംഗ് ഉള്ള വേർഡ്സ് ആയിരിക്കും, പക്ഷെ പ്രൊനൗൺസ് ചെയ്യുമ്പോൾ ഒരേപോലെ നമുക്ക് തോന്നും. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കയറാം. വിച്ച് among the following is an irregular verb? ഇതിനകത്ത് ഏതാണ് ഇറഗുലർ വെർബ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പൊ എന്താണ് ഇറഗുലർ വെർബ് എന്നുള്ളത് അറിയണോ അല്ലെ? ഇറഗുലർ വെർബ് എന്ന് പറഞ്ഞാൽ ഓക്കെ, അതായത് നമുക്ക് ഇഡി ഒന്നും ചേർക്കാൻ പറ്റാത്ത വെർബ്. ഇപ്പൊ നമ്മൾ പറയില്ലേ, ഇപ്പൊ ഒരു വെർബിന്റെ പാസ്റ്റ് ടെൻസ്, ഇപ്പൊ ഞാനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ വർക്ക് ആണെങ്കിൽ വർക്കിന്റെ പാസ്റ്റ് ടെൻസ് എന്താ വരിക? വർക്ക്ഡ് അല്ലെ? ഇഡി ചേർത്തു, അപ്പൊ ഇവിടെ വർക്ക്ഡ് എന്ന് വരും. അതേപോലെ തന്നെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ V3 ഫോം ആണെങ്കിലും വർക്ക്ഡ് വരും അല്ലെ? ഇഡി ചേർത്തിട്ട് നമുക്ക് പറയാൻ പറ്റും. അതേപോലെ തന്നെ ഹോപ്പ് ആണെങ്കിലോ, ഹോപ്പ് ആണെങ്കിൽ എന്ത് വരും? ഹോപ്പ്, പിന്നെയും ഹോപ്പ്ഡ്, V3 ആണെങ്കിലും ഹോപ്പ്. ഹിയർ ആണെങ്കിൽ ഹേർഡ്, ഒരു ഡി വരുന്നുണ്ട് അവിടെ അല്ലെ? എല്ലായിടത്തും ഒരു ഇ ഡി അല്ലെങ്കിൽ ഡി ഒക്കെ വരുന്നുണ്ട്, ഹേർഡ് എന്നുള്ളതാണ് വരുന്നത്. റൈറ്റ് ആണെങ്കിലോ നമ്മൾ ഇ ഡി ചേർത്തിട്ട് പറയോ റൈറ്റഡ് എന്നോ? അങ്ങനെ നമ്മൾ പറയോ? ഇല്ല. അപ്പൊ ഇവിടെ എന്താ വരണ്ടേ? റൈറ്റ് ആണെങ്കിൽ അതിന്റെ പാസ്റ്റ് ടെൻസ് ആയിട്ട് റോട്ടും റിട്ടണും ആണ്. അപ്പൊ നമ്മൾ ഇ ഡി ചേർക്കാത്തൊരു രീതിയിലുള്ള വെർബ്, മനസ്സിലായോ? റൈറ്റ് ആണെങ്കിൽ റോട്ടും റിട്ടണും ആണ് വരുന്നത്, അവിടെ ഇ ഡി നമ്മൾ ചേർക്കുന്നില്ല. ബാക്കിയുള്ള 3 കേസുകളിലും വർക്ക് ആണെങ്കിൽ വേർബ് വർക്ക്, ഹോപ്പ് ആണെങ്കിൽ ഹോപ്ഡ് ഹോപ്പ് അല്ലെ? ഹിയർ ആണെങ്കിൽ ഹേർഡ് ഹേർഡ്, റൈറ്റ് ആണെങ്കിൽ റോട്ട് ആണ്, നമ്മൾ ഇ ഡി ചേർക്കാത്തത് കൊണ്ട്. അങ്ങനെയുള്ള ഒരു വെർബ് ഏതാണെന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ഇതിനെയാണ് നമ്മൾ എന്ത് പറയാ? ഇറഗുലർ വെർബ് എന്ന് പറയാ. സോ നമ്മുടെ ആൻസർ ഇറ്റ് ഇസ് ഓപ്ഷൻ ഡി. ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. അറിയാത്തൊരു ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്റെ കൂടെ തന്നെ പഠിച്ചു പോവാട്ടോ, ഇ ഡി ചേർക്കാൻ പറ്റാത്ത ടൈപ്പുള്ള വെർബ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കയറാം. സബ്സ്റ്റിറ്റ്യൂട്ട് എ വൺ വേർഡ് സിമിലർ ഇൻ മീനിങ് ഫോർ ദി വേർഡ്സ് അണ്ടർലൈൻഡ്. He works at irregular intervals of time. No one knows his plans or schedule. ഓക്കെ, അപ്പൊ ഇവിടെ ഇറഗുലർ ഇന്റർവെൽസ് ഓഫ് ടൈം, ആ ഒരു മീനിങ് വരുന്ന വേർഡ് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. പറയാവോ? ഇറഗുലർ ഇന്റർവെൽസ് ഓഫ് ടൈം, അല്ലെങ്കിൽ നമ്മൾ എന്താ ഇൻ സ്റ്റാർട്ട്സ് ആൻഡ് ഫിറ്റ്സ് എന്നൊക്കെ പറയാറുണ്ട് അല്ലെ? അങ്ങനെ ഒരു ഇഡിയം ഇല്ലേ, സ്റ്റാർട്ട്സ് ആൻഡ് ഫിറ്റ്സ്. ഫിറ്റ്സ് ആൻഡ് സ്റ്റാർട്ട്സ്, അത് തന്നെ. യെസ്, ഇറഗുലർ ഇന്റർവെൽസ് ഓഫ് ടൈം അതിനെ പറയുന്നത് സ്പൊറാഡിക്കലി. എന്താണ്? സ്പൊറാഡിക്കലി ആണ് കേട്ടോ, സ്പൊറാഡിക്കലി. റെക്കറന്റ്ലി എന്ന് പറഞ്ഞാൽ റിപ്പീറ്റ് ചെയ്യുന്ന, റെക്കറന്റ് ആയിട്ട് നടക്കുക, റിപ്പീറ്റ് ചെയ്യുന്ന. ഓഫൺ അതേപോലെ തന്നെ ഫ്രീക്വന്റ് എന്നൊക്കെ പറഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് നടക്കുന്ന അല്ലെ? ഓക്കെ, ഓഫൺ. ഓക്കെ, അപ്പൊ അതേപോലെ ഇവിടുത്തെ ആൻസർ വരുന്നത് ഇറഗുലർ ഇന്റർവെൽസ് ഓഫ് ടൈം ആണ് അല്ലെ? അപ്പൊ എപ്പോഴും നടക്കുന്നതല്ല, അതേപോലെ തന്നെ റിപ്പീറ്റഡ് എന്നുള്ള രീതിയിലൊന്നും പറഞ്ഞിട്ടില്ല. സോ നമ്മുടെ ആൻസർ ഇട്ട് സ്പൊറാഡിക്കലി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. എല്ലാവരും നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ കൂടെ ചെക്ക് ചെയ്യണം കേട്ടോ. ഓക്കെ, എന്റെ ആൻസർ മാത്രം കേട്ടുപോയാൽ പോരാ, നിങ്ങൾ സെൽഫായിട്ട് നിങ്ങളുടെ മൈൻഡിലേക്ക് ഒരു ആൻസറും കൂടെ പോരട്ടെ കേട്ടോ. ഫോണോമാനിയ എന്ന് പറഞ്ഞാൽ എന്താ? ഫോണോമാനിയ, വേഗം ആൻസർ പോരട്ടെ. ഫോണോമാനിയ ഇറ്റ് മീൻസ് വാട്ട്? യെസ്, ഇറ്റ് മീൻസ്
പാത്തലോജിക്കൽ ടെൻഡൻസി ടു മേർഡർ, കൊല്ലാനുള്ള ഒരു ടെൻഡൻസിയാണ് കേട്ടോ. ഓക്കെ, പാത്തലോജിക്കൽ ടെൻഡൻസി ടു മേർഡർ. അപ്പൊ അതിനെയാണ് നമ്മൾ എന്താ പറയാ, ഫോണോമാനിയ എന്ന് പറയാ കേട്ടോ. ഫോണോമാനിയ. ചിലര് ഫോൺ എടുത്തില്ലെങ്കിൽ ചിലപ്പോൾ നമുക്ക് അവരെ കൊല്ലാനുള്ള ഒരു ദേഷ്യം വരും എന്നൊക്കെ വെറുതെ ഓർത്ത് വയ്ക്കാം. നമ്മൾ വെറുതെ പറയുന്ന കണക്ഷൻസ് ആണ്. അപ്പൊ ഫോണോമാനിയ, പാത്തലോജിക്കൽ ടെൻഡൻസി ടു മേർഡർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദ പൊളൈറ്റ് റെസ്പോൺസ് ടു എ റിക്വസ്റ്റ് ഫോർ മോർ കോഫി വെൻ ദ പോട്ട് ഇസ് എംപ്റ്റി. അതായത് കൂടുതൽ കോഫി വേണം, ഒരു റിക്വസ്റ്റ് ആണ് അല്ലെ. പക്ഷെ പോട്ട്, അതായത് പോട്ടിനകത്ത് കോഫി ഒന്നും ഇല്ല, കൂടുതൽ കോഫി വേണം. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ഒരു പൊളൈറ്റ് റിക്വസ്റ്റ് അല്ലെങ്കിൽ പൊളൈറ്റ് റെസ്പോൺസ് ഇതിൽ ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്ക് ഓരോന്ന് വായിച്ചു നോക്കാം കേട്ടോ. എല്ലാവരും ആൻസർ മൈൻഡിലേക്ക് കൊണ്ടുവന്നോളൂ, ഞാൻ ഓരോന്നായിട്ട് വായിക്കാം. വുഡ് യു വെയിറ്റ് വൈൽ ഐ ബ്രൂ യു സം മോർ? There's no more coffee in the pot, I'm afraid. Well, you have had 2 cups already, I think. That's all there is, I'm afraid. Okay. അപ്പോ ഒരു പൊളൈറ്റ് റിക്വസ്റ്റ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ, നമ്മുടെ മോഡൽ ഓക്സിലറി വെർബിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. വുഡ് ചേർത്തിട്ട് നമ്മൾ പറയാറുണ്ട്. ഈ വുഡ് ഒക്കെ ചേർത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന, വുഡ് എന്ന് പറയുന്ന മോഡൽ ഓക്സിലറി വെർബാണ്. അത് ചേർത്ത് നമ്മൾ പറയുമ്പോൾ അതെന്താ, അതൊരു പൊളൈറ്റ് ആയിട്ടുള്ള ഒരു റിക്വസ്റ്റ് ആണ് അല്ലെ, പൊളൈറ്റ് റിക്വസ്റ്റ് ആണ്. അപ്പൊ നമുക്ക് വേണമെങ്കിൽ അങ്ങനെ ആൻസറിലേക്ക് എത്താം. നമ്മുടെ ആൻസർ ഇട്ട് ഓപ്ഷൻ, വേഗം പറ. ഓപ്ഷൻ എ ആണ്. വുഡ് യു വെയിറ്റ് വൈൽ ഐ ബ്രൂ യു സം മോർ. ഓക്കെ, അത് നമുക്ക് എടുക്കാം. ഇനി നമുക്ക് ബാക്കിയുള്ള ഓപ്ഷൻസും കൂടി നോക്കാം. ദർ ഇസ് നോ മോർ കോഫി ഇൻ ദി പോട്ട്, ഐ എം അഫ്രൈഡ്. അപ്പൊ അവിടെ ഒരു എന്താ പറയാ, ഒരു പൊളൈറ്റ് ആയിട്ടുള്ള കാര്യം ഒന്നും ഇവിടെ പറയുന്നില്ല അല്ലെ. ഇനി അതിനകത്ത് കോഫി ഒന്നും ഇല്ല എന്നുള്ള രീതിയിലാണ് രണ്ടാമത്തെ ഓപ്ഷനിൽ പറഞ്ഞിട്ടുള്ളത്. മൂന്നാമത്തെ ഓപ്ഷൻ നോക്കിയേ, വെൽ യു ഹാവ് ഹാഡ് 2 cups ഓൾറെഡി. 2 കോഫി നിങ്ങൾ കുടിച്ചു കഴിഞ്ഞതാണ് എന്നുള്ള രീതിയിൽ. അപ്പൊ അതൊരു പൊളൈറ്റ് റെസ്പോൺസ് എന്നുള്ള രീതിയിൽ നമുക്ക് എടുക്കേണ്ട കാര്യമില്ല അല്ലെ. ദാറ്റ്സ് ഓൾ ദർ ഇസ്, ഐ എം അഫ്രൈഡ്. അപ്പൊ എല്ലാം ഇത്രയേ ഉള്ളൂ എന്നുള്ള രീതിയിലാണ് നാലാമത്തെ ഓപ്ഷനിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമുക്ക് കിട്ടി, നമ്മുടെ ഈ വുഡ് യു കാണുമ്പോൾ തന്നെ മനസ്സിലാക്കണം അത് പൊളൈറ്റ് ആണ് അല്ലെ, പൊളൈറ്റ് റെസ്പോൺസ് ആണ്. അപ്പൊ വുഡ് യു വെയിറ്റ് വൈൽ ഐ ബ്രൂ യു സം മോർ. ഓക്കെ, അപ്പൊ ഇതാണ് ഇവിടുത്തെ ആൻസർ ആയിട്ട് വരുന്നത്. അപ്പൊ ഇതെല്ലാം ഏത് ടോപ്പിക്കാണ്, ഏത് ടോപ്പിക് പഠിക്കുമ്പോഴേ ഇതൊക്കെ കിട്ടണമെന്നൊക്കെ ചോദിക്കുകയാണെങ്കിൽ നമ്മൾ ഏതാ, നമ്മുടെ മോഡൽ ഓക്സിലറി വെർബ് തന്നെ നമുക്ക് പഠിക്കാനുണ്ട്. ചിലപ്പോൾ ഇങ്ങനെയൊക്കെ ആയിരിക്കും ചോദ്യം വരിക. പൊളൈറ്റ് റെസ്പോൺസ് അല്ലെങ്കിൽ ഒബ്ലിഗേഷൻ അല്ലെ, ഒബ്ലിഗേഷൻ ഒക്കെ ആകുമ്പോൾ നമ്മൾ ഏതൊക്കെയാ യൂസ് ചെയ്യണ്ടേ. അപ്പൊ അങ്ങനെയൊക്കെ നമുക്ക് ഓരോന്നായിട്ട് പഠിക്കാനുണ്ട്. അപ്പൊ ടോപ്പിക് വൈസ് ആയിട്ടൊക്കെ എല്ലാവരും നല്ല രീതിയിൽ പഠിച്ചിട്ട് മുന്നോട്ട് വരണം. ഓക്കെ, ഏതെങ്കിലും കിട്ടുന്നില്ലെങ്കിൽ ആ ഒരു ടോപ്പിക്ക് അതിനെ ബേസ് ചെയ്തിട്ട് കൂടുതൽ ക്വസ്റ്റ്യൻസ് ഒക്കെ എല്ലാവരും വർക്ക്ഔട്ട് ചെയ്യുക. ടൈം ഇപ്പോഴും നിങ്ങൾക്ക് ഉണ്ട്. ഇംഗ്ലീഷ് വളരെ സിമ്പിൾ ആയിട്ട് തന്നെ നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു സബ്ജക്റ്റ് ആണ്, ടഫ് ആയിട്ടുള്ള സബ്ജക്റ്റ് ഒന്നും അല്ല. 4 ഓപ്ഷനിൽ നിന്ന് ജസ്റ്റ് ഒന്ന് ഐഡന്റിഫൈ ചെയ്താൽ മാത്രം മതി. അല്ലാതെ പണ്ട് സ്കൂളിൽ ചോദിക്കുന്ന പോലെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് അതിന്റെ ആൻസർ നമ്മൾ വലിച്ചു വാരി എഴുതി പിടിപ്പിക്കുന്ന കാര്യമൊന്നും അല്ല ഇവിടെ നടക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കയറാം. നെക്സ്റ്റ് വൺ, സിനണിം ഫോർ ദി വേർഡ് പ്രുഡൻസ്. പ്രുഡൻസിന്റെ സിനണിം ആണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. പ്രുഡൻസ്, പ്രുഡൻസ് എന്ന് പറഞ്ഞാൽ എന്താ, വിവേകമുള്ള അല്ലെ, വിവേകമുള്ള എന്നുള്ളൊരു മീനിങ് ആണ് പ്രുഡൻസ് വരുന്നത്. എല്ലാവരും ആൻസർ ഒന്ന് മൈൻഡിലേക്ക് കൊണ്ടുവന്നേ. എന്തായിരിക്കും ആൻസർ ആയിട്ട് വരുന്നത്? നമ്മുടെ ആൻസർ ഇട്ട് ഓപ്ഷൻ സി ആണ്, ഷ്രൂഡ്നെസ് ആണ്. ഓക്കെ, ഷ്രൂഡ്നെസ് എന്ന് പറഞ്ഞാൽ സെയിം തിങ്, ഇതേപോലെ നല്ല വിവേകമുള്ള അല്ലെങ്കിൽ എന്താ പറയാ നല്ല ബുദ്ധിയുള്ള എന്നൊക്കെ ഒരു മീനിങ് ആണ്. ഷ്രൂഡ് ആയിട്ടിരിക്കുക അല്ലെ, ഷ്രൂഡ്നെസ് ആണ്. അപ്പൊ നമുക്ക് ഇതിന്റെ ബാക്കിയുള്ള ഓപ്ഷൻസും കൂടെ നോക്കാം. ഇൻജെനുവസ്, ഇൻജെനുവസ് എന്ന് പറഞ്ഞാൽ എന്താ, നിഷ്കളങ്കമായിട്ടുള്ള. ഓക്കെ, നിഷ്കളങ്കമായിട്ടുള്ള എന്നൊക്കെ ഒരു മീനിങ് ആണ് ഇൻജെനുവസ്, ഇൻജെനുവസ്. ഇനി ഓപ്ഷൻ ബി നോക്കുകയാണെങ്കിൽ നോൺ ചാലൻസ്. നോൺ ചാലന്റ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ, വളരെ കാഷ്വൽ ആയിട്ട് നല്ലൊരു മീനിങ് ആണ് നോൺ ചാലൻസ് അല്ലെങ്കിൽ നോൺ ചലഞ്ച്. ഓർത്തു വെക്കാം, നമ്മുടെ ഈ ചലാനായിട്ടൊക്കെ ഒന്ന് ഓർത്തു വെക്കാം അല്ലെ. നോൺ ചലൻസ് എന്ന് പറയുമ്പോൾ ചലാൻ, ഈ ചലാനൊക്കെ ഫില്ല് ചെയ്യാനായിട്ട് നമ്മൾ പോയി കഴിയുമ്പോൾ കുറച്ച് എന്താ പറയാ കാഷ്വൽ ആയിട്ടൊക്കെ ഇരിക്കുക എന്നുള്ള രീതിയിൽ ഓർത്തു വെക്കാം കേട്ടോ. ഇനി അടുത്ത ഓപ്ഷൻ ഡി ആണ്, ഒപ്റ്റ്യൂസ്. ഒപ്റ്റ്യൂസ് കേൾക്കുമ്പോൾ ചിലപ്പോൾ നമ്മൾ മാത്സിൽ പഠിച്ചിട്ടുള്ള നമ്മുടെ ഒപ്റ്റ്യൂസ് ആംഗിൾ ഒക്കെ ആയിരിക്കും അല്ലെ, ഗ്രേറ്റർ ദാൻ 90. ഒപ്റ്റ്യൂസ് എന്ന് പറഞ്ഞാൽ അധികം ബുദ്ധിയില്ലാത്ത, അത്ര ഷാർപ്പ് അല്ലാത്ത, ബുദ്ധിയില്ലാത്ത എന്നൊക്കെ ഒരു മീനിങ്ങും ഉണ്ട്. അതേപോലെ തന്നെ മാത്സിൽ പറയുമ്പോൾ നമുക്ക് ഗ്രേറ്റർ ദാൻ 90 എന്നുള്ള രീതിയിൽ നമുക്ക് എടുക്കാം. അക്യൂട്ട് എന്ന് പറഞ്ഞാൽ ലെസ് ദാൻ 90, അപ്പൊ ഒപ്റ്റ്യൂസ് എന്ന് പറഞ്ഞാൽ ഗ്രേറ്റർ ദാൻ 90 അങ്ങനെ എടുക്കാം കേട്ടോ. അപ്പൊ ഒപ്റ്റ്യൂസിന് അങ്ങനെയുള്ള 2 മീനിങ് വരുന്നുണ്ട്. അപ്പൊ ഇവിടുത്തെ ആൻസർ ഇട്ട് ഓപ്ഷൻ സി ആണ്, ഷ്രൂഡ്നെസ് ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ചോദ്യം നോക്കാം. മാഡ് എ സ്യൂട്ടബിൾ ജെറൻ ടു കംപ്ലീറ്റ് ദി സെന്റൻസ്. ഷീ റിഗ്രറ്റഡ് ഡാഷ് ആസ് അബൌട്ട് ദി മണി. എന്തായിരിക്കും ആൻസർ? യെസ്, ഷീ റിഗ്രറ്റഡ് ഡാഷ് ആസ് അബൌട്ട് ദി മണി. ഞങ്ങളുടെ അടുത്ത് ആ പൈസയെ കുറിച്ച് പറഞ്ഞത് അല്ലെ, അതിനെ കുറിച്ച് അവള് റിഗ്രറ്റ് ചെയ്യാണ്. അങ്ങനെ പറയണ്ടായിരുന്നു, ഞങ്ങളുടെ അടുത്ത് അങ്ങനെ പറഞ്ഞു പോയല്ലോ എന്നുള്ള രീതിയിൽ. അപ്പൊ അവള് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് അല്ലെ.
അപ്പൊ അതുകൊണ്ട് നമ്മുടെ ആൻസർ ആയിട്ട് വരേണ്ടത് ഷീ റിഗ്രറ്റഡ് ഹാവിംഗ് ടോൾഡ് അസ് അബൌട്ട് ദി മണി. ഹാവിംഗ് ടോൾഡ്. ഓക്കെ. അപ്പൊ അവള് തന്നെയാണ് പറഞ്ഞെന്നുള്ള രീതിയിൽ പറയുമ്പോൾ നമ്മൾ ഹാവിംഗ് ടോൾഡ് ആണ് ഇവിടെ യൂസ് ചെയ്യുക. ഷീ റിഗ്രറ്റഡ് ഹാവിംഗ് ടോൾഡ് അസ് അബൌട്ട് ദി മണി. ഇവിടെ നമ്മൾ ജെറൻഡ് യൂസ് ചെയ്യണം. ജെറൻഡ് അറിയാലോ, ING ഫോം ആണ് നമ്മൾ സാധാരണ യൂസ് ചെയ്യുക. അപ്പൊ ഇവിടെ ഈ കൊടുത്തിട്ടുള്ള 4 ഓപ്ഷന്റെ അവള് തന്നെ പറഞ്ഞു, അവള് പറഞ്ഞിട്ട് അവൾ അതിനെക്കുറിച്ച് പശ്ചാത്തപിച്ചു എന്നുള്ള രീതിയിൽ പറയുമ്പോൾ അവിടെ ആപ്റ്റ് ആയിട്ട് വരുന്ന ആൻസർ ഇറ്റ് ഇസ് ഹാവിംഗ് ടോൾഡ്. മനസ്സിലായോ? ഇനി ബീയിങ് ടോൾഡ് എന്ന് പറഞ്ഞാൽ അവളോട് ആരെങ്കിലൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ രീതിയിൽ അവളോട് ആരെങ്കിലൊക്കെ പറയുമ്പോഴാണ് നമ്മൾ ബീയിങ് യൂസ് ചെയ്യുക. ബീയിങ്. ഇവിടെ അവള് പറഞ്ഞു എന്നുള്ള രീതിയിലാണ്. ഷീ റിഗ്രറ്റഡ് ഹാവിംഗ് ടോൾഡ് അസ് അബൌട്ട് ദി മണിയാണ്. ഓക്കെ, കിട്ടിയോ? അപ്പൊ ആൻസർ ഇറ്റ് ഇസ് ഓപ്ഷൻ എ ആണ് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് വൺ ഇസ് എ കോമ്പൗണ്ട് സെന്റൻസ് എമംഗ് ദി ഫോളോയിങ്? കോമ്പൗണ്ട് സെന്റൻസ് ആണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഇവിടെ 4 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. എല്ലാവരും വേഗം ഒന്ന് നോക്കിയിട്ട് ആൻസർ പറഞ്ഞേ. കോമ്പൗണ്ട് സെന്റൻസ് ഇതിനകത്ത് ഏതാ വരുന്നേ? കോമ്പൗണ്ട് സെന്റൻസ് പറഞ്ഞാൽ എന്താ? രണ്ടോ അതിൽ കൂടുതലോ മെയിൻ ക്ലോസുകൾ വരുന്ന ഒരു സെന്റൻസിനെയാണ് നമ്മൾ കോമ്പൗണ്ട് സെന്റൻസ് എന്ന് പറയുക. അല്ലെ? മെയിൻ ക്ലോസ് എന്ന് പറഞ്ഞാൽ അതിന് കംപ്ലീറ്റ് ആയിട്ട് മീനിങ് ഉണ്ട്. അത് ആരെയും ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഇൻഡിപെൻഡന്റ് ക്ലോസ് ആണ്. അതിനെയാണ് നമ്മൾ കോമ്പൗണ്ട് സെന്റൻസ് എന്ന് പറയുക. അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു സെന്റൻസിനെയാണ് നമ്മൾ കോമ്പൗണ്ട് സെന്റൻസ് എന്ന് പറയുക. കോംപ്ലക്സ് സെന്റൻസ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് മെയിൻ ക്ലോസും ഉണ്ടാവും, അതേപോലെ തന്നെ സബോർഡിനേറ്റ് ക്ലോസും ഉണ്ടാവും. അല്ലെ? ഇനി സിമ്പിൾ സെന്റൻസ് ആണെങ്കിൽ അതിനകത്ത് ഒരു സബ്ജക്റ്റും ഒരു വെർബും ഉണ്ടാവും. ഓക്കെ, അപ്പൊ ഒന്ന് വേഗം ആൻസർ പറഞ്ഞോളൂ. ഇവിടെ ഏതാണ് നമ്മുടെ കോമ്പൗണ്ട് സെന്റൻസ്? ആൻസർ ഇറ്റ് ഇസ് ഓപ്ഷൻ ഡി. ഹി വാക്ക്ഡ് ഫാസ്റ്റ്. കംപ്ലീറ്റ് മീനിങ് കിട്ടുന്നുണ്ട് അല്ലെ? അതൊരു മെയിൻ ക്ലോസ് ആണ്. ഹി മിസ് ദ ട്രെയിൻ. ഓക്കെ, ഇതും ഈ പറഞ്ഞ പോലെ തന്നെ മെയിൻ ക്ലോസ് ആണ്. അപ്പൊ രണ്ട് മെയിൻ ക്ലോസിന് നെവർദലെസ് എന്ന് പറഞ്ഞുള്ള ഒരു വേർഡ് വെച്ചിട്ട് കമ്പൈൻ ചെയ്തേക്കാണ്. രണ്ട് മെയിൻ ക്ലോസ് ഉണ്ട്. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള ഒരു സെന്റൻസിനെ നമ്മൾ എന്താ പറയാ? നമ്മൾ പറയേണ്ടത് കോമ്പൗണ്ട് സെന്റൻസ്. ഈ നെവർദലെസ് എന്ന് പറഞ്ഞിട്ടുള്ള വേർഡ് ഉദ്ദേശിക്കുന്നത് ഫസ്റ്റ് ഭാഗത്തിൽ കൊടുത്തതിന് നേരെ ഓപ്പോസിറ്റ് ഒരു കോൺട്രഡിക്ഷൻ ആയിരിക്കും രണ്ടാമത് പറയുന്നത് കേട്ടോ. അവൻ നല്ല ഫാസ്റ്റിൽ എന്താ പറയാ വാക്ക് ചെയ്തെങ്കിലും അവന് ട്രെയിൻ മിസ്സായി എന്നുള്ളതാണ് അവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത്. നെവർദലെസ് ഹി മിസ് ദ ട്രെയിൻ. ഓക്കെ, അപ്പൊ രണ്ട് മെയിൻ ക്ലോസ് ഉണ്ട്. ഹി മിസ് ദ ട്രെയിൻ കംപ്ലീറ്റ് മീനിങ് കിട്ടുന്നുണ്ട്. ഹി വാക്ക്ഡ് ഫാസ്റ്റ് അവിടെ നമുക്ക് കംപ്ലീറ്റ് മീനിങ് കിട്ടുന്നുണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ കോമ്പൗണ്ട് സെന്റൻസ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ഓപ്ഷൻ ഡി ആണ്. അല്ലെ? പിന്നെ ഈ ദാറ്റ്, ഹൂ, വിച്ച് ഇതൊക്കെ വരുമ്പോൾ മിക്കവാറും അത് കോംപ്ലക്സ് ആണ്. കണ്ടോ, നമ്മുടെ ഓപ്ഷൻ എയും ബിയിലൊക്കെ ദാറ്റും ഹൂ ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അവിടെ എന്താ പറയാ, അവിടെ നമുക്ക് കംപ്ലീറ്റ് മീനിങ് കിട്ടില്ലല്ലോ. അത് കാണുമ്പോൾ തന്നെ നമുക്ക് കിട്ടേണ്ടതാണ് അല്ലെ? അപ്പൊ അതൊക്കെ കോംപ്ലക്സ് സെന്റൻസ് ആയിട്ട് വരുന്ന കേസുകളാണ്. ഓക്കെ, ഇനി ഇതൊക്കെ നമുക്ക് ടോപ്പിക് വൈസ് ആയിട്ട് എടുക്കുമ്പോൾ കൂടുതൽ ഡിസ്കസ് ചെയ്യാം കേട്ടോ. നെക്സ്റ്റ് വൺ, കംപ്ലീറ്റ് സെന്റൻസ് യൂസിങ് സ്യൂട്ടബിൾ ക്ലോസ്. It is good for health dash. It is good for health to do exercise daily. അല്ലെ? ഇറ്റ്സ് ഓപ്ഷൻ സി ആണ്. ഓക്കെ, സിമ്പിൾ പ്രസന്റ് ടെൻസിൽ തന്നെ നമ്മൾ പറഞ്ഞു ഇറ്റ് ഇസ് ഗുഡ് ഫോർ ഹെൽത്ത് ടു ഡു എക്സസൈസ് ഡെയിലി. ഡെയിലി നടക്കുന്ന കാര്യങ്ങളാണ്. അല്ലെങ്കിൽ ഒരു ഫാക്ട് ഒക്കെ പറയുമ്പോൾ നമ്മൾ സാധാരണ സിമ്പിൾ പ്രസന്റ് ടെൻസ് യൂസ് ചെയ്യാറുണ്ട് അല്ലെ? ഓക്കെ, ഓക്കെ, അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഇന്നത്തെ ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. എല്ലാവർക്കും സെഷൻ യൂസ്ഫുൾ ആയി തന്നെ വിചാരിക്കുന്നു. തീർച്ചയായിട്ടും നിങ്ങളുടെ കമന്റ്സുകളും കൂടെ പ്രതീക്ഷിക്കുന്നു കേട്ടോ. എല്ലാവരും ഒന്ന് കമന്റ് ചെയ്യുക. നമ്മുടെ സെഷൻ ഫാസ്റ്റ് ആണോ അല്ലെങ്കിൽ സ്ലോ ആണോ അല്ലെങ്കിൽ എന്തെങ്കിലും അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതും കൂടെ നിങ്ങൾക്ക് കമന്റ് ചെയ്യാം. നമുക്ക് അതനുസരിച്ച് ചേഞ്ചുകളൊക്കെ വരുത്താം കേട്ടോ. താങ്ക് യു സോ മച്ച് ഫോർ സപ്പോർട്ടിങ്. ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ മാക്സിമം ഷെയർ ചെയ്യുക. അതേപോലെ തന്നെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ചാനലും കൂടെ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. താങ്ക് യു സോ മച്ച് ഫോർ സപ്പോർട്ടിങ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു ഓൾ.